ഒരു ജനതയുടെ ഹൃദയങ്ങളിൽ അനശ്വരരായി നിൽക്കുന്ന ഇതിഹാസ കഥാപാത്രങ്ങൾ ഒരു മനുഷ്യന്റെ അഭിനയഭാവങ്ങളിലൂടെ പുനർജനിക്കുമ്പോൾ ഒരു മുഖം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ, മമ്മൂട്ടിയുടെ മുഖം. ഇതിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. മലയാള സിനിമയിൽ ഇതിഹാസങ്ങളായി മാറിയ ചലച്ചിത്രങ്ങളിലെ നായക കഥാപാത്രങ്ങളായി എത്തുവാൻ മമ്മൂട്ടിക്കൊപ്പം ഭാവാഭിനയത്തിന്റെ കരുത്തും പുരുഷ സൗന്ദര്യത്തിന്റെ സൗഭാഗ്യവും ഉണ്ടായിരുന്നു. പാടിപ്പതിഞ്ഞ വടക്കൻ പാട്ടുകളിലെ ഇരുണ്ട നിലവറകളിലെ ഇന്നലകളിൽ ചതിയനായിരുന്നു ചന്തു. അവിടെ നിന്നും സൂര്യ തേജസ്സോടെ ഒരു വടക്കൻ വീരഗാഥയിലെ ആരെയും ചതിക്കാത്ത ചന്തു ഉയർത്തെണീറ്റപ്പോൾ മമ്മൂട്ടി വിസ്മയകരമായ ഒരു ഭാവമാറ്റത്തിന്റെ അംഗചേകവരായി നമുക്ക് മുന്നിലെത്തി. ചേകവൻ കണക്ക് തീർക്കുന്നത് പണമെറിഞ്ഞല്ല, ചുരികത്തലപ്പ് കൊണ്ടാണ്. വീരഗാഥയിലെ ചന്തുവിൽ നിന്നും കേരളവർമ്മ പഴശ്ശിരാജയിലേക്ക് നടന വൈഭവത്തിന്റെ വഴികളിലൂടെ ഏറെ ദൂരമുണ്ടായിരുന്നു. പോരാട്ട വീര്യത്തിന്റെ 1000 കനലുകളെരിയുന്ന ആ വഴികളിലൂടെ ശത്രുപാളയങ്ങളും പടക്കളങ്ങളും കീഴടക്കുന്ന വാൾത്തലപ്പിന്റെ മിന്നൽ പിണരുമായി പഴശ്ശിരാജ എന്ന ഇതിഹാസ പൗരുഷ നായകനെ ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവിസ്മരണീയമാക്കുകയാണ് മമ്മൂട്ടി. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. 1921 ഏറനാടൻ മണ്ണിൽ ചോര വീണ് കുതിർന്ന ഒരു കാലഘട്ടത്തിന്റെയും കലാപത്തിന്റെയും നടുവിലായിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രം അഭിനയകരുത്തിന്റെ പ്രതിരൂപമായി നിറഞ്ഞു നിന്നത്. പടയോട്ടവും ഇലവുംകൂട് ദേശവും ഇതിഹാസ സ്പർശമുള്ള കഥാപാത്രങ്ങളെയാണ് മമ്മൂട്ടിക്കും മലയാള സിനിമയ്ക്കും സമ്മാനിച്ചത്. Let us continue this beautiful evening in the presence of a great personality. He is one of the most talented with a capital T, senior with a capital S, and versatile actor who the Malayalam film industry has been gifted with, or rather blessed with. He has entertained the Malayalis for decades. അദ്ദേഹം അഭിനയിച്ച ഏതൊരു ക്യാരക്ടറും ഇന്നും ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വളരെയധികം ഫ്രഷ് ആയി നിൽക്കുന്നുണ്ട്. Ladies and gentlemen, I am extremely honored and pleased to welcome on stage the one and only Jagadish Srikumar. എല്ലാവർക്കും നമസ്കാരം. പത്മശ്രീ ഭരത് മമ്മൂട്ടി കി, ഭരത് പത്മശ്രീ മമ്മൂട്ടി കി, പത്മശ്രീ ഭരത് മമ്മൂട്ടി കി. ഈ ജൈവിളികൾ അർഹതയില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. ഐതിഹാസിക കഥാപാത്രങ്ങൾ, സാങ്കല്പിക കഥാപാത്രങ്ങൾ, പുരാണത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഇതിഹാസ കഥാപാത്രങ്ങളാണ്. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പോയാൽ ഷെർലക് ഹോംസ്, ഫാൻറ്റം, മജീഷ്യൻ മാൻഡ്രേക്ക്, ഈ കഥാപാത്രങ്ങളും നമ്മൾ ആരും കണ്ടിട്ടില്ല. എത്രയോ തലമുറകൾ കണ്ടിട്ടില്ല. ഇവർ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളല്ല. അതുപോലെ തന്നെ പുരാണങ്ങളിലുള്ള കഥാപാത്രങ്ങൾ, അത്തരം കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇതിഹാസ കഥാപാത്രങ്ങൾ, ശ്രീ മമ്മൂട്ടി അഭിനയിച്ച ഇതിഹാസ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അഥർവം എന്ന ചിത്രത്തിലെ അനന്തൻ, ഇലവങ്കോട് ദേശത്തിലെ ജാതവേദൻ, 1921 എന്ന ചിത്രത്തിലെ ഖാദർ, ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ ചന്തു, പഴശ്ശിരാജയിലെ പഴശ്ശിരാജ. ഈ കഥാപാത്രങ്ങളെ നമ്മുടെ അനുഗ്രഹീത നടൻ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ ജീവിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഒരു ഇതിഹാസ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആംഗികം, ആഹര്യം, വാച്യം എന്നീ അഭിനയ സങ്കേതങ്ങൾ വളരെ വ്യക്തമായി നിശ്ചയമുള്ള ഒരു അഭിനേതാവിന് മാത്രമേ അത് സാധ്യമാകൂ. അത് അനുഗ്രഹീത നടൻ മമ്മൂട്ടിക്കുണ്ട്. ഘനഗംഭീരമായ ശബ്ദം, ആകാര സൗഷ്ഠവം, വ്യക്തമായ വ്യാകരണത്തെക്കുറിച്ചുള്ള, ഭാഷയുടെ വ്യാകരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം, കാരണശുദ്ധി, ശബ്ദത്തിലെ ആരോഹണ അവരോഹണ ക്രമീകരണങ്ങളിലൂടെ ഒരു മാസ്മര പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശബ്ദത്തിന്റെ ഉടമസ്ഥൻ. അതിലുപരി വീര്യം, രൗദ്രം എന്നീ രസങ്ങളെ
വളരെ വ്യക്തമായി ആ കഥാപാത്രത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിഹാസ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധിക്കൂ. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ മലയാള ശ്രീ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല എന്നുള്ളതാണ്. ചെമ്പ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ, വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിയമപരീക്ഷ പാസ്സാകും കോർട്ടിൽ പോകാതെ, ഒരു കേസിനും പോകാതെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അഭിനയത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു നല്ല കലാകാരനാണ്. മലയാള സിനിമയുടെ സമ്പത്താണ്, മലയാള സിനിമയുടെ അനുഗ്രഹമാണ് ഈ അതുല്യ നടൻ. നിരവധി ചിത്രങ്ങളിൽ ഞാനും മമ്മൂട്ടിയും സഹകരിച്ചിട്ടുണ്ട് എങ്കിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സഹകരണം നൽകുകയും അതിലുപരി കഥാപാത്രത്തെക്കുറിച്ച്, തൻ്റെ അടുത്ത് നിൽക്കുന്ന കഥാപാത്രത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മളോട് അദ്ദേഹത്തിൻ്റെ ആശയം പറയുകയും അതിലുപരി ആ കഥാപാത്രത്തിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങുവാനുള്ള അപാരമായ കഴിവുമുള്ള ഈ നടൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മുടെ സ്വന്തം മമ്മൂട്ടി തന്നെയാണ്, നമ്മുടെ മാത്രം സ്വന്തം മമ്മൂട്ടി. കലയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ അതുല്യ കലാകാരൻ നീണാൾ വാഴട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളൂ. അക്കൂട്ടത്തിൽ ഞാനും നീണാൾ വാഴുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇനിയും മമ്മൂട്ടിയായിട്ട് ഒരുപാട് ചിത്രങ്ങൾ അഭിനയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും അദ്ദേഹം 2-3 പടം എനിക്ക് തന്നിരിക്കും. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള വിജയം ആശംസിച്ചുകൊണ്ട് ഈ അനശ്വര കലാകാരനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു സഹപ്രവർത്തക നിലയ്ക്കും ഒരു സുഹൃത്ത് എന്ന നിലയ്ക്കും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഐ വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്. Thank you so much, sir, for those pleasing words. Up next, I'd like to invite on stage yet another superstar. He is a legend and a heartthrob of millions. Recently shared the screen space with Mammootty in the film Parsi Raja. A Tamil superstar, action macho hero. We love his physique and his stunts. All right, ladies, hold on to your horses as I am about to break the suspense and call on stage the hero, the Tamil Mannan himself, Sharad Kumar. Good evening, sir. Thank you. Extremely excited to have you here with us. Same here. Recently, we saw you in the film Parsi Raja sharing the screen space with Mammootty. Please speak a few words to our Gulf Malayalis and share your experience of having worked with Mammootty. നമ്മുടെ സ്വന്തം മമ്മൂക്ക, സത്യം നമ്മുടെ സ്വന്തം മമ്മൂക്ക. പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഹലോ ദുബായ്. அனைவருக்கும் வணக்கம். இங்கு வாழ்ந்து இந்திய சகோதர சகோதரிகளுக்கு என் வணக்கங்களை உரித்தாக்குகிறேன். It's a great pleasure and honor to be here this evening on this august occasion, an occasion to felicitate one of the topmost, one of the most benevolent brother that I have seen in any industry that I have been in, Mammootty, my dear brother. I am here for you. It is an honor to do my first Malayalam film, because when Mammootty acted in his first Tamil film, I had the privilege to act with him, and the same goes for me when I acted in Parsi Raja. Parsi Raja is not a film. It is characters of so many performers gelled into one place, that is director Hariharan, the script of M.T. Vasudevan Nair, and the entire team of Parsi Raja. And I am not called Sharad Kumar, I am called Edichena Kumkar. Thank you so much, gentlemen. All right, people, time now to call on stage the man himself, the one man on whose name this entire event has been based on. നമ്മുടെ സ്വന്തം മമ്മൂക്ക എന്ന ഈ മെഗാ ഇവന്റ് ബേസ് ചെയ്ത് ആ സൂപ്പർ